ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ റയാൻ റെനോൾഡ്സിന്റെ ഫാമിലി മൊത്തം പല ക്യാരക്ടേഴ്സ് ആയിട്ട് വേഷമിട്ടിട്ടുണ്ട്. വെയ്ഡ് വിൽസൺ അഥവാ ഡെഡ്പൂൾ ആയിട്ട് വേഷമിട്ടത് റയാൻ റെനോൾഡ്സും ലേഡി ഡെഡ്പൂൾ ആയിട്ട് വേഷമിട്ടത് അദ്ദേഹത്തിന്റെ വൈഫായ ബ്ലേക്ക് ലിവ്ലിയുമാണ്. മൂവിയിൽ ലേഡി ഡെഡ്പൂളിന്റെ ഫേസ് കാണിക്കുന്നില്ലെങ്കിലും ക്രെഡിറ്റിൽ ലേഡി ഡെഡ്പൂൾ ആയിട്ട് വേഷമിട്ടത് ബ്ലേക്ക് ലിവ്ലി ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കിഡ് പൂൾ ആയിട്ട് വേഷമിട്ടത് റയാൻ റെനോൾഡ്സിന്റെ മകളായ ഐനസ് റെനോൾഡ്സും ബേബി പൂൾ ആയിട്ട് വേഷമിട്ടത് റയാൻ റെനോൾഡ്സിന്റെ 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞായ ഓലിൻ റെനോൾഡ്സുമാണ്. തീർന്നിട്ടില്ല. റയാൻ റെനോൾഡ്സിന്റെ മകളായ ജെയിംസ് റെനോൾഡ്സിനെ സ്ക്രീമിംഗ് മ്യൂട്ടന്റ് എന്നാണ് ക്രെഡിറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അവസാനമായിട്ട് റയാൻ റെനോൾഡ്സിന്റെ മകളായ ബെറ്റി റെനോൾഡ്സിനെ മൂവിയിൽ കാണിക്കുന്നില്ലെങ്കിലും ക്രെഡിറ്റിൽ ഹ്യൂ ജാക്മാൻസ് വ്രാംഗ്ലർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ വോൾവറിനെ തപ്പി പല യൂണിവേഴ്സുകളിലേക്കും പോകുന്ന ഡെഡ്പൂള് ദ ഹൾക്കിനെ കണ്ടുമുട്ടുന്നുണ്ട്. മാത്രമല്ല ഡെഡ്പൂള് ഹൾക്കിനോട് ഡയലോഗ് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ദ ഹൾക്ക് ഡെഡ്പൂളിനെ സ്മാഷ് ചെയ്യുന്നുണ്ട്. ഈ സീനിനോടും ഡെഡ്പൂള് ഹൾക്കിനോട് പറയുന്ന ഡയലോഗിനോടും സിമിലർ ആയ സീന് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റൊരു മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ദി അവഞ്ചേഴ്സ് എന്ന മൂവിയിൽ ലോക്കി ഹൾക്കിനെ കണ്ടുമുട്ടുന്ന സീന്. ഈ 2 സീൻ തമ്മിലും അവർ പറയുന്ന ഡയലോഗ്സ് തമ്മിലും നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഡെഡ്പൂളും ലോക്കിയും അവർ പറയുന്ന ഡയലോഗ് പൂർത്തിയാക്കാൻ ഹൾക്ക് അവരെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ ഡെഡ്പൂളും വോൾവറിനും ബ്ലേഡും ഗാംബിറ്റും ഇലക്ട്രയും ലോറയും കസാൻഡ്ര നോവയുടെ ആർമിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡും അസാസലുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ അസാസിൽ എവിടെയൊക്കെയാണോ ടെലിപ്പോർട്ട് ചെയ്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്, അസാസിൽ പ്രത്യക്ഷപ്പെടുന്ന ആ കൃത്യസ്ഥലം ബ്ലേഡിന് അറിയാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി മാർവൽ കോമിക്സിൽ ബ്ലേഡിന് ഇങ്ങനെ ഒരു പവർ ഉണ്ട്. അതായത് മാജിക്കോ സൂപ്പർ നാച്ചുറൽ പവറോ ഉപയോഗിക്കുന്നവരുടെ സാന്നിധ്യം എവിടെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ തന്റെ 6th സെൻസിലൂടെ ബ്ലേഡിന് സാധിക്കും. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ കസാൻഡ്ര നോവയുടെ പക്കല് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്ലിംഗ് റിംഗ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്ലിംഗ് റിംഗ് മാത്രമല്ല യഥാർത്ഥത്തിൽ കസാൻഡ്ര നോവ കൈക്കലാക്കിയത്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷനും കസാൻഡ്ര നോവ കൈക്കലാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ സീനിൽ കസാൻഡ്ര നോവയുടെ ത്രോണിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ത്രോണിന്റെ മുകളിലായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൽ ഡെഡ്പൂളും വോൾവറിനും കസാൻഡ്ര നോവയെ കണ്ടുമുട്ടുന്ന സമയത്ത് അലായത്ത് അവരെ പിടിക്കാനായിട്ട് അവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഡെഡ്പൂളും വോൾവറിനും അലായത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒരു റോബോട്ടിന്റെ ജെറ്റ് ഫൂട്ടിൽ കയറിയിട്ടാണ്. ഇതേ ജെറ്റ് ഫൂട്ട് നമ്മൾ മറ്റൊരു മാർവൽ മൂവിയിൽ കണ്ടിട്ടുണ്ട്. അതെ, എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റില് മ്യൂട്ടൻസിനെ ആക്രമിക്കുന്ന റെട്രോ സെന്റിനൽസിന്റെ ജെറ്റ് ഫൂട്ട് ആണ് അത്. സോ അതേ റെട്രോ സെന്റിനൽസിന്റെ ജെറ്റ് ഫൂട്ടിൽ കയറിയിട്ടാണ് ഇവിടെ ഡെഡ്പൂളും വോൾവറിനും അലായത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതൊക്കെ ചെറിയ ഡീറ്റെയിൽ ആണെങ്കിൽ പോലും ആ ചെറിയ ഡീറ്റെയിൽ എടുത്തു കാണിക്കാൻ മാർവൽ സ്റ്റുഡിയോസിന് സാധിക്കുന്നുണ്ട്.